ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ വിലയുള്ളവരായി കണ്ടു. ദൈവം അനേക നല്ല പ്രവൃത്തികൾ നമ്മളിൽ ആരംഭിച്ചിട്ടുണ്ട്. ദൈവം ആരംഭിച്ച പ്രവൃത്തികളെല്ലാം ദൈവത്തിന് നമ്മിൽ കൂടെ തികയ്ക്കുവാൻ കഴിയും. നാം അതിനനുസരിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുക മാത്രം ചെയ്യണം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ഒക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, കർത്താവ് നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തികൾ എന്തൊക്കെയാണ്? 1. നാം ക്രിസ്തുവിനെ പോലെ മാറണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 2. നാം പിതാവിനെ പോലെ സൽഗുണപൂർണരാകണം എന്ന് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. 3. ക്രിസ്തുയേശുവിൽ നാം ആശ്വസിപ്പിക്കപ്പെട്ടവരായി നിലനിൽക്കണം എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നൽകി? 1. ദൈവം നമുക്ക് പാപക്ഷമ നൽകി. 2. രക്ഷയുടെ സന്തോഷം നമുക്ക് നൽകി തന്നു. 3. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അവൻ നമ്മളെ നിറയ്ക്കുവാനിടയായി തീർന്നു. പലപ്പോഴും ഇതൊക്കെ തിരിച്ചറിയാതെയാണ് നാം ജീവിക്കുകയും ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നത്. നമ്മളുടെ ദൈവമാരാണ്? അവൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന ദൈവമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. നമ്മളുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ കഴിവ് എന്താണ്? ഞാൻ പിടിച്ചു എന്ന് വിചാരിക്കുന്നില്ല, പിടിക്കാമെന്ന് വിചാരിച്ച് മുൻപിലേക്ക് പോകുന്നതേ ഉള്ളൂ. പിൻപിലുള്ളതിനെ മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അതെ, നാം പിടിക്കാമെന്ന് വിചാരിച്ച് മുൻപോട്ട് പോവുകയാണ്. നാം ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആകുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. അതെ, ദൈവം നമ്മെ വിളിച്ചു, വേർതിരിച്ചു, വിശ്വസ്തരെന്നെണ്ണി തൻ്റെ അഭിഷേകവും അധികാരവും നമ്മിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ ദൈവമേൽപ്പിച്ച ദൗത്യങ്ങളെ വിശ്വസ്തയോടെ തികയ്ക്കുവാൻ തക്കവണ്ണം മുൻപോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.